മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റോബസ്റ്റയുടെ കുലയും 2 പൂവൻ കുലയുമാണ് ഇന്ന് ഞാൻ വിളവെടുത്തത്. അവിടെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു പൂവൻ കുല എന്താണ് ചെറുതായിപ്പോ എന്ന്. ആ പൂവൻ കുല മാത്രമല്ല, ക്രമാതീതമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാഴ ഉൾപ്പെടെയുള്ള എല്ലാ വിളകൾക്കും അത് ദോഷകരമായി ബാധിക്കും. കാരണം നല്ല ചൂടും പ്രകാശവും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കാർഷിക വിളകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴേ നമുക്ക് ഏവർക്കും അറിയാം, കേരളത്തിൽ കാലാവസ്ഥയ്ക്കൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. വളരെ ശക്തമായ മഴകൾ തുടർച്ചയായി പെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൃത്യസമയങ്ങളിൽ വളമിടാനോ, അതുപോലെ തന്നെ വളമിട്ടാൽ നമ്മൾ പൈസ മുടക്കുമ്പോൾ ഈ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളമിട്ട് കഴിഞ്ഞാൽ ആ വളം കൃത്യമായി സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കാതെ വരികയും നമ്മൾ മുടക്കുന്ന ആ അധ്വാനവും ആ പൈസയും പ്രയോജനമില്ലാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊന്നും തന്നെ ഞാൻ എൻ്റെ കൃഷികൾക്ക് വളമിടാറില്ല. കൃത്യമായ കാലാവസ്ഥ, അതായത് ഇടവിട്ടുള്ള മഴകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളമെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷം കൃത്യമായ വളപ്രയോഗം ചെയ്യാനൊക്കെ അത് പോയി. അതുകൊണ്ടാണ് കുലകൾ ചെറുതായി പോയത്. എന്ന് വിചാരിച്ച നഷ്ടമൊന്നുമില്ല. ഒരു വളം ചെയ്യാതിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കുലകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നല്ല വിലകളാണ് നമ്മുടെ കുലകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിലകൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ജൈവ വളങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷം വളമൊന്നും വിട്ടില്ലെങ്കിൽ പോലും ആ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ വളക്കൂറ് ആ മണ്ണിൽ തന്നെ കാണും. അതൊരു വലിയ നേട്ടമാണ്. നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ ഇപ്പം നിറയെ കുലകളുണ്ട്. ഇങ്ങനെ ദിവസവും കുലകൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർ ഏറെയുണ്ട്. പക്ഷേ ചെറിയ കുലകളാണ്. ഇനി ഇപ്പോൾ പൂവൻ കുലയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല വരൾച്ച ആവശ്യമാണ്. കായ്കൾ നല്ല രീതിയിൽ വളരാനും ആ വളർന്ന കായ്കൾ നല്ല തൂക്കം വരത്തക്കിൽ ഉരുണ്ട് നല്ല കാണാൻ നല്ല കൗതുകമാകത്തക്ക രീതിയിലൊക്കെ വളരാനും ഒക്കെ നല്ല ചൂട് ആവശ്യമാണ്. പാളാന്തോടനും റോബസ്റ്റയ്ക്കേ ഉള്ളൂ അധികം ചൂട് വേണ്ടാത്ത. ബാക്കി എല്ലാ കുലകൾക്കും ചൂടും നല്ല വെയിലും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കുല 30 കിലോ ഒന്നും വരാത്തെ. നമ്മൾ 30 കിലോ വരെ വരുന്ന കുലകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അത് വാഴത്തോട്ടത്തിൽ മൊത്തം അങ്ങനെ ഇടത്തില്ല. അത് പ്രത്യേക പരിഗണനയായി കൊടുത്ത് 4-5 വാഴകൾക്ക് വേണ്ടി മാത്രം വളമൊക്കെ ചെയ്ത് ആ വാഴകൾ, കാരണം 30 കിലോയൊക്കെ തൂക്കം വരുന്ന കുലകൾ വിറ്റഴിക്കാൻ പ്രയാസമാണ്. കാരണം ചെറുകിട കച്ചവടക്കാരും തന്നെ അത് എടുക്കത്തില്ല. പൂവൻ കുല നമുക്കറിയാം, വിളഞ്ഞ് പഴുത്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല, പെട്ടെന്നത് പഴുത്ത് പോവും. അതുകൊണ്ട് തന്നെ റോബസ്റ്റായും പൂവൻ കുലയൊക്കെ ഒരു പരമാവധി ഒരു 15 കിലോ 12 കിലോ 8 കിലോ ഒക്കെ ആവത്തക്ക രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നതാണ് നല്ലത്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുല വെട്ടിക്കഴിഞ്ഞിട്ട് 4-5 വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ അകലെയായി നിർത്തിയതിന് ശേഷം ശരിക്കും വളം ചെയ്ത് കൊടുത്താൽ ആ ഒരേ സമയത്ത് തന്നെ ഒരു 10 കിലോ വീതം തൂക്കമുള്ള 4 കുലകൾ കിട്ടുവാണെങ്കിൽ 40 കിലോ തൂക്കം വരും. ഒപ്പം നമുക്ക് അത് വിറ്റഴിക്കാനും പ്രയാസമില്ല. ഈ രീതി പിന്തുടരുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതെന്നാണ് ഉള്ളത്. നമ്മളിന്ന് നടാൻ പോകുന്നത്, നമ്മളിന്ന് ഈ വിളവെടുപ്പ് നടത്തി ഇതിപ്പോൾ വിൽക്കാൻ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത് ഇത് പട്ടുചീര എന്ന് പറയുന്ന ചീരയാണ്. പട്ടുചീര നമ്മൾ ഇപ്പോൾ ഇന്ന് വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന, പ്രചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചീരയാണ് പട്ടുചീര. ഒരു 3 മൂട് പട്ടുചീര നമുക്കൊരു ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വീതം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ തോരന്, അതുപോലെ തന്നെ കറിക്കുമൊക്കെ ഉള്ള ചീര ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് നല്ല രീതിയിൽ നട്ട് സമർത്ഥമായ രീതിയിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് പാവി കിളിപ്പിച്ച 3 മൂട് പട്ടുചീരയാണ്. അത് നമ്മുടെ കൈവശമുണ്ട്. ഇനി നമുക്ക് ഈ നടിയിൽ മിശ്രിതം ഒന്ന് തയ്യാറാക്കണം. നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. മണ്ണ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ വിളകളുടെ ഏറ്റവും സമൃദ്ധി ഉണ്ടാകാൻ ആവശ്യം മണ്ണാണ്. മണ്ണ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരിക്കലും വളം അമിതമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളം അമിതമായി കഴിഞ്ഞാൽ നമ്മൾ ആ നട്ട് കൊടുക്കുന്ന ചെടികൾ, ഏത് ചെടിയായാലും ഏത് സസ്യമായാലും അത് നശിച്ചു പോവും, അത് മുരടിച്ചു പോവും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ, കാരണം ഇത്രയും വിസ്തൃതിയേ ഉള്ളൂ, ഈ വിസ്തൃതിക്കകത്താണ് നമ്മൾ ഈ മണ്ണിടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് രീതിയിൽ വളമിടുക. അതിനുശേഷം നമ്മൾ അതിന് നല്ല കായ്ഫലമൊക്കെ വന്നതിന് ശേഷം, അതല്ലെങ്കിൽ തളിർത്തതിന് ശേഷം ലായനി വളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഒരു കാരണവശാലും ഒരുപാട് വളം ചെയ്യരുത്. നമ്മുടെ ധനനഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല നിരാശ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ കേട്ടോ, 3 മൂട് പട്ടുചീരയാണ് ഞാൻ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ പരമാവധി ഒരു 25 ഗ്രാം എല്ലുപൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചാമ്പലാണ്. എല്ലുപൊടിയും ചാമ്പലും മാത്രമേ ഞാനിപ്പോൾ ഈ മണ്ണിനകത്തിട്ട് കൂട്ടി ഇളക്കുന്നുള്ളൂ. അപ്പോൾ മണ്ണിനകത്തിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കൂട്ടി ഇളക്കണം.
നമ്മുടെ നടീൽ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല. എല്ലുപൊടിയും ചാരവും മാത്രമാണ് നമ്മൾ ഇട്ടത്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. വേപ്പിൻ പിണ്ണാക്കും ഒന്നും ഇട്ടില്ല. കാരണം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പിന്നെ ഒക്കെ ഇട്ട ഒരു ലായനി വളം നമ്മളതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേറൊന്നും ചെയ്ത് അടിവളമായിട്ട് നമ്മൾ ചേർത്തതാണ്. പിന്നെ നമ്മൾ നടുന്ന ഈ പിന്നെ ചട്ടിയാണ്. ഈ ചട്ടിക്കകത്ത് പൂച്ചട്ടിക്കകത്ത് നമ്മൾ ഇതിൻ്റെ ദ്വാരം അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓട്ടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. കാരണം വെള്ളം വാർന്നു പോകണം. അങ്ങനൊരു ഉണ്ടെങ്കിൽ മാത്രമേ ചെടി അതിനകത്ത് വളരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ട് ഇതേപോലെ കരിയില, ഇത് ചീമപ്ലാവിൻ്റെ അഴിയ കരിയിലയാണ്. ഈ അഴിയ കരിയില നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വളം ഇളക്കിയ മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മണ്ണിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ചീര നമ്മൾ നടാൻ പോകും. 3 ഭാഗത്തായിട്ട് നടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 3 ഭാഗത്തായിട്ട് നമുക്ക് നട്ടു കൊടുക്കണം. പട്ടുചീര എന്ന പേരിൽ അറിയപ്പെടുന്ന ചീരയാണ്. നമുക്ക് മറ്റ് ചീരകളൊക്കെ ഉണ്ട്. ഞാൻ ഉചിതമായ സമയങ്ങളിൽ അതിനെ കൂടെ കാണിക്കാം. എല്ലാ ചീരകളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഉചിതമായ സമയത്ത് ഞാനത് കാണിക്കാം. ഈ ചീര നട്ടു. ഇനി നമ്മൾ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. മറന്നു പോരുത്. ചീരയ്ക്കൊക്കെ വെള്ളം തളിച്ചു കൊടുക്കുകയും വേണം. അതുപോലെ ചട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും ചാക്കിനകത്തും ഒക്കെ നമ്മൾ നടുന്നെങ്കിൽ ഏതാനും ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ ഇത് തണലുള്ള സ്ഥലത്ത് നടാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചീര ഉൾപ്പെടെയുള്ള ഏതൊരു സസ്യങ്ങളും പറിച്ച് നടുന്നുണ്ടേ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ നടാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ നടുന്നുണ്ടേ രാത്രിയിൽ പിന്നെ ഊഷ്മാവ് ചൂടില്ല. അതുകൊണ്ട് തന്നെ അതിന് വാട്ടമോ ഒന്നും സംഭവിക്കത്തില്ല. കുറച്ചുകൂടെ ബലമാവാനും ആ വേരിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായി മണ്ണിൽ ആയിട്ട് പൊരുത്തപ്പെടാനും അതിന് സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ പറിച്ചു കിടന്ന സമയമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ രാവിലെ ഇത് നടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഇലയാണ്, ചീമക്കൊന്നയുടെ ഇലയാണ്. ഈ ചീമക്കൊന്നയുടെ ഇല ഞാൻ ഈ ചട്ടിക്കകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചീരയ്ക്കൊക്കെ കീടബാധകൾ വരാൻ സാധ്യതയുണ്ട്, പുഴുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു പരിധി വരെയൊക്കെ ഈ പുഴുവിനെയൊക്കെ അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു ഇലയാണ് ചീമക്കൊന്നയുടെ ഇല. ഒപ്പം വളരെ നല്ലൊരു വളവുമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി സ്ഥിരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചീമക്കൊന്നയുടെ ഒരു ചെറിയ കമ്പ് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന്, കാരണം ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ആരോട് ചോദിച്ചാലും ഈ ചീമക്കൊന്നയുടെ കമ്പ് പത്തലെന്നൊക്കെയാണ് ചില പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത്. ആ ഒരു കമ്പ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മുടെ കൃഷിയിടത്തിൻ്റെ നടുക്കെങ്ങും വെക്കരുത്, പല പാറക്കെട്ടോ കല്ലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ ഒരു മൂടിൽ നിന്ന് നമുക്ക് ആവശ്യമായ ചീമക്കൊന്നയുടെ ഇല കിട്ടും. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന വേറെ ഏതൊരു വളത്തിനെക്കാട്ടിലും വളരെയധികം കൃഷിക്ക് ഉപയുക്തമാണ്. അപ്പോൾ ഇതിൻ്റെ ചീമക്കൊന്നയുടെ ലായനി വളം ഉണ്ടാക്കാം, ഇലയായിട്ട് നമുക്കിടാം. കോന്തോറും ഇത് കിളിച്ച് വരും. അത് വേണമെങ്കിൽ നമുക്ക് ഒരു കൂടെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോഴത് ലാഭമാണ്. അപ്പോൾ സ്ഥിരമായി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം അത് വളരെ പ്രയോജനപ്പെടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചീര നടയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അടുത്ത ആഴ്ച, അതായത് ഒരു 7 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോഴത്തെ പുതിയ ഇലകൾ വരും. പിന്നെ നമ്മൾ ലായനി വളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷമുള്ള വളർച്ചയും ഇതിൻ്റെ വിളവെടുപ്പും ഒക്കെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മളങ്ങനെയാണ് നമ്മൾ നടുന്നത് പോലെ, അതായത് കൃഷി ചെയ്യുന്നത് പോലെ അതിൻ്റെ വിളവെടുപ്പും എല്ലാം പ്രേക്ഷകരുമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നമുക്ക് വിളവ് സമർത്ഥമായി ലഭിച്ചാൽ ആ സമർത്ഥമായ വിളവ് എല്ലാ സമയത്തും ലഭിക്കണമെന്നില്ല. ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു കൃഷിയുടെ വിജയം എന്ന് പറഞ്ഞാൽ. കാലാവസ്ഥയുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകളുടെ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ ഉണ്ട്. ഇതെല്ലാം ചെയ്താലും നമ്മുടെ സംരക്ഷണം ഒരു ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ലഘുവായ എന്നാൽ സമർത്ഥമായ കൃഷി രീതികൾ നമുക്ക് ചെയ്യുന്നത് കാണാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ വീഡിയോകൾ വളരെ സന്തോഷത്തോടെ കാണുകയും നിരീക്ഷണത്തോടുകൂടി സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ ഹൃദ്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.